ഹായ് ഗായ്സ്, ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഹൈബ്രിഡ് വെഹിക്കിൾസിനെ കുറിച്ചാണ്. സോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയി ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് വന്നു കഴിഞ്ഞു. ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് ലോഞ്ചസ് നമ്മളെല്ലാം കണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഒരുപാട് കമ്പനികൾ പയറ്റിയ ഒരു സംഭവമാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മഹീന്ദ്ര ആണെങ്കിൽ എം ഹോക്ക് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഹൈബ്രിഡ് വെഹിക്കിൾസിൽ വന്നിരുന്നത്. അതുപോലെ തന്നെ ടൊയോട്ട പ്രിയൂസ്, അതുപോലെ നമുക്ക് മാരുതി ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം എഫിഷ്യൻസിയും എല്ലാം നമുക്ക് കൂടുതൽ തന്നിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരുപാട് അങ്ങോട്ട് നമുക്ക് ഈ പെട്രോൾ എൻജിൻസിനും ഡീസൽ എൻജിൻസിനും കണ്ടിരുന്ന ഒരു ബൂം അല്ലെങ്കിൽ ബൂസ്റ്റിംഗ് ആ ഒരു സംഭവത്തിൽ നമുക്ക് കണ്ടില്ല ഹൈബ്രിഡ് വെഹിക്കിൾസിൽ. സോ നമുക്കിത് നോക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം, ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണെങ്കിൽ രണ്ട് രീതിയിലുള്ള കളക്ഷൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മുടെ സാധാ എഞ്ചിൻ സാധാ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ ഉണ്ടാവും. എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള ക്ലച്ച്, ഗിയർ ബോക്സ്, അത് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതിനാൽ നമ്മുടെ ആക്സൽ ഷാഫ്റ്റിലേക്ക്, നമ്മുടെ വീലിലേക്ക് കണക്ട് ചെയ്യുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ട്രാൻസ്മിഷൻ സിസ്റ്റം നമ്മുടെ വീലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ സാധാരണ ഉള്ള ഒരു വെഹിക്കിൾ ഉണ്ടാവുക. അതിൻ്റെ കൂടാതെ ഹൈബ്രിഡ് വെഹിക്കിൾ നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോട്ടറും ഒരു ബാറ്ററിയും ഒരു ജനറേറ്ററും എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 3 കമ്പോണൻറ്റും എക്സ്ട്രാ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 3 കമ്പോണൻറ്റും അറേഞ്ച്മെൻറ്റ് അനുസരിച്ച് നമ്മൾ 2 രീതിയിൽ ഹൈബ്രിഡ് വെഹിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെയും കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് മെയിൻ ക്ലാസിഫിക്കേഷൻ ഇതാണ്, ഇത് അറിഞ്ഞാൽ മാത്രം മതി. സോ സീരീസ് ഉള്ള രീതിയിൽ സീരീസ് ഹൈബ്രിഡ് എന്നും പറയും, പാരലൽ ഹൈബ്രിഡ് എന്നും പറയും. സീരീസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡിൽ നമ്മുടെ മോട്ടറിൽ നിന്നുള്ള പവർ ആയിരിക്കും നമ്മുടെ വീലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എൻജിൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേഷനറി അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതിലുള്ള പവർ ജനറേറ്ററിലേക്ക് മാത്രമേ കണക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാനും അല്ലെങ്കിൽ ഫുൾ ആക്സിലറേഷൻ വേണ്ട സമയത്ത് മോട്ടറിലേക്ക് കൂടുതൽ പവർ കൊടുക്കാനും വേണ്ടി ജനറേറ്ററിലൂടെ ഈ എൻജിൻ റൺ ചെയ്തിട്ട് ജനറേറ്ററിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മോട്ടറിലേക്ക് സപ്ലൈ ചെയ്യാനും വേണ്ടി മാത്രം നമ്മൾ എൻജിൻ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഡ്രൈവ് നമുക്ക് ഫുൾ, ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ എങ്ങനെയാണ് ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് ഫുൾ ആക്സിലറേഷൻ ആണെങ്കിൽ പോലും പവർ എടുത്തിട്ട് നമ്മൾ റൺ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കണക്ഷനെയാണ് സീരീസ് ഹൈബ്രിഡ് എന്ന് പറയുക. പാരലൽ ഹൈബ്രിഡ് അങ്ങനെയല്ല. ചില സമയത്ത് എഞ്ചിൽ നിന്നും മോട്ടറിൽ നിന്നും ഒന്നിച്ച് പവർ എടുത്ത് ആ ഒരു നമ്മുടെ ആ ടോർക്ക് കംപ്ലീറ്റ് ട്രാൻസ്മിഷനിലേക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും പാരലൽ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലിടയിൽ നമുക്ക് ജനറേറ്റർ എല്ലാം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൽ നിന്നും ഇപ്പോൾ നമുക്ക് ലോ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്ക് മോട്ടറിന് മാത്രം റൺ ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ എഞ്ചിൻ നിന്ന് മാത്രം റൺ ചെയ്താൽ മതിയാവും. അത് ഓരോ കമ്പനി ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും നമുക്കത് ഉണ്ടാവുക. അപ്പോൾ മോട്ടറിൽ നിന്ന് റൺ ചെയ്യുന്നു, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല സ്പീഡിലേക്ക് പോകുന്നു, ഒരു 80 km/h മുകളിലോ അല്ലെങ്കിൽ 100, 140 അല്ലെങ്കിൽ 120 km/h മുകളിൽ പോകുമ്പോൾ നമുക്ക് മോട്ടറിൽ നിന്ന് മാത്രം നമുക്ക് തികഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എഞ്ചിൽ നിന്ന് കൂടെ നമ്മൾ പവർ എടുക്കുന്നു, ആ പവർ എടുത്ത് ട്രാൻസ്മിഷനിലേക്ക് കൂടെ നമ്മൾ റൺ ചെയ്യുന്നു. ഈ രീതിയിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ പാരലൽ ഹൈബ്രിഡ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് പാരലൽ ഹൈബ്രിഡ് ആണ് ഞാൻ എടുക്കുന്നത്, സീരീസ് ഹൈബ്രിഡ് നമ്മൾ നോക്കുന്നില്ല. സോ ടൊയോട്ടയുടെ ഹൈബ്രിഡ് സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അവിടെ ഉപയോഗിച്ചത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഹൈബ്രിഡ് ടൊയോട്ട ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതിൻ്റെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പോണൻസ് നിങ്ങൾക്ക് നോക്കാം. നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇവിടെയാണ് ഇരിക്കുന്നത്, റിഡക്ഷൻ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഈ റിഡക്ഷൻ ഗിയറിലേക്ക് നമ്മുടെ എഞ്ചിൽ നിന്നുള്ള പവറും ഈ റിഡക്ഷൻ ഗിയറിലേക്ക് പോകും. മോട്ടറിൽ നിന്നുള്ള പവറും നമുക്ക് ഇതിലേക്ക് പോകും. ഈ മോട്ടറിലേക്ക് നമ്മൾ ഒരു കൺട്രോൾ യൂണിറ്റ് വെച്ചിട്ട് ബാറ്ററിയിൽ നിന്നൊരു കണക്ഷൻ പോകുന്നുണ്ട്. ഇനി ആ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ജനറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ജനറേറ്റർ റൺ ചെയ്യുന്നത് ഇതിൽ നിന്ന് നമുക്ക് വേസ്റ്റായി പോകുന്ന എനർജി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റാൻ വേണ്ടി ഈ ജനറേറ്റർ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു കണക്ഷനാണ് നമ്മൾ ടൊയോട്ടയിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രിയൂസ് പോലത്തുള്ള ടൊയോട്ടയുടെ ഹൈബ്രിഡ് വെഹിക്കിൾസിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചില ഹൈബ്രിഡ് കാറുകൾ ചില കമ്പനികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എഞ്ചിനിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്യാണ് ചെയ്യുക, മോട്ടറിലേക്ക് സ്വിച്ച് ചെയ്യാണ് ചെയ്യുക. കാരണം ഒരു ഇനീഷ്യൽ ടോർക്ക് കിട്ടാൻ വേണ്ടി ഇവർ പറയുന്നത്
നമുക്ക് പെട്രോൾ എൻജിൻസിലെല്ലാം പെട്രോൾ എൻജിൻസ് പോലെയല്ല, മീൻസ് എൻജിൻസിൽ ഇനീഷ്യൽ ടോർക്ക് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഇനീഷ്യൽ ടോർക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ഫ്യൂവൽ ബേൺ ആവും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് സ്ഥിതിക്ക് എൻജിൻസിൽ നിന്ന് ഇനീഷ്യൽ ടോർക്ക് സ്റ്റാർട്ടിങ് നിന്ന് ജസ്റ്റ് ടേക്ക് ഓഫ് ഉണ്ടല്ലോ, ആ ടേക്ക് ഓഫിലുള്ള ആ ഒരു ടോർക്ക് നമ്മൾ എൻജിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂവൽ ബേൺ ആവുന്നുള്ളത് കൊണ്ട് മോട്ടറിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് പവർ ആവശ്യമുണ്ടെങ്കിൽ എൻജിൻ്റെ പവർ ഉപയോഗിക്കാം എന്നുള്ളതാണ് ടൊയോട്ട പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ലോ സ്പീഡിൽ പോവുകയും നമ്മൾ ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്ന് പവർ എടുത്ത് മോട്ടർ റൺ ചെയ്ത് നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങും. അതാണ് സ്ലോ സ്പീഡ് അല്ലെങ്കിൽ ലോ സ്പീഡ് എന്ന് പറയുന്നത് അപ് ടു 30 km/h അല്ലെങ്കിൽ 40 km/h. അത് നമുക്ക് വരില്ല. 30 km/h താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പവർ സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി നമ്മളൊരു ക്രൂയിസിങ് ആണ് ഉപയോഗിക്കുന്നത്, ഒരു 40 km/h മുകളിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 60-70 ഒരു മിഡ് റേഞ്ചിൽ പോകുന്നതാണെങ്കിൽ അതിനെ ക്രൂയിസിങ് എന്ന് നമ്മൾ പറയും. ഈ ക്രൂയിസിങ് സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻജിനും കൂടെ റൺ ചെയ്യും. ഈ എൻജിനും കൂടെ റൺ ചെയ്തിട്ട് അതിൻ്റെ പവർ ഈ നമ്മുടെ ട്രാൻസ്മിഷൻ ഗിയറിലേക്ക് പോയി വീൽ റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. മോട്ടറിൽ നിന്ന് പവറും വീൽ റൊട്ടേറ്റ് ചെയ്യാൻ ഒന്നിച്ച് ഉപയോഗിക്കും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ മോട്ടർ റൺ ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി നമ്മൾ ബാറ്ററിയിൽ നിന്ന് എടുക്കില്ല, പകരം എൻജിൻ റൺ ചെയ്യുമ്പോൾ ജനറേറ്റർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആ പവർ നമ്മൾ മോട്ടറിൽ ഉപയോഗിച്ചിട്ടായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് ക്രൂയിസിങ്ങിൽ ടൊയോട്ട ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ചിലവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ ഉപയോഗിക്കാതെ ഇതിൽ നിന്ന് എടുക്കും. പക്ഷെ ആ സമയത്ത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ ബാറ്ററി റീചാർജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഫുൾ ആക്സലറേഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ സർക്യൂട്ട് തന്നെയാണ്. ഇതെല്ലാം കറക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ പവർ വേണ്ടതുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി വേണ്ടതുകൊണ്ട് നമ്മൾ ബാറ്ററിയും ഉപയോഗിച്ച് അതിൽ നിന്ന് പവർ എടുത്തുകൊണ്ടായിരിക്കും എൻജിനിൽ നിന്ന പവറും മോട്ടറിൽ നിന്ന പവറും നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയിട്ട് വീൽ റൺ ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 80 km/h മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 70 അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ് ടു 140 അല്ലെങ്കിൽ എത്രയാണ് ഫുൾ സ്പീഡ്, ആ ഫുൾ സ്പീഡ് വരയ്ക്കും പോകുന്ന ആ ഒരു സ്പീഡിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ട് പ്രകാരമായിരിക്കും നമ്മുടെ ഇലക്ട്രിസിറ്റി ഫ്ലോവും മറ്റ് ട്രാൻസ്മിഷൻ ഫ്ലോവും നമുക്ക് നടക്കുന്നത്. ഓക്കെ, ഇനി അത് തന്നെ നമ്മൾ ഈ ക്രൂയിസിങ് സ്പീഡിൽ ഇപ്പോൾ 40 to 60 km/h സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് അത്രയും പവർ ആവശ്യമില്ല എന്നുള്ളൊരു കേസ് ഉണ്ടാവുമ്പോൾ ഈ ജനറേറ്റ് ചെയ്ത ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമ്മുടെ ഈ ബാറ്ററി റീചാർജ് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കണ്ടീഷനും കൂടെ നമ്മുടെ ഈ ടൊയോട്ടയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാർജും കൂടെ ക്രൂയിസിങ് സ്പീഡിൽ ചെയ്യുന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീജനറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ കൈനറ്റിക് എനർജി പോലുള്ള എനർജി ഇവിടെ സ്റ്റോർ ആവുന്ന ആ എനർജിനെ റീജനറേഷൻ ചെയ്തിട്ട് അതിനെ ഇലക്ട്രിസിറ്റിയായി കൺവേർട്ട് ചെയ്തിട്ട് ആ സമയത്ത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതും ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമുക്ക് ഇതിൽ പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. സോ ഇതിൽ നിന്ന് അപ്പോൾ നമ്മൾ എൻജിൻ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും നമുക്ക് നമ്മുടെ ഇതിലുണ്ട്, മീൻസ് ഇലക്ട്രിക് വെഹിക്കിൾസിലുണ്ട്. സോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത്രയാണ് ഹൈബ്രിഡ് വെഹിക്കിൾസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇത് വരച്ചെടുക്കുക, ഈ ഫിഗേഴ്സ് ഇത് വരയ്ക്കുക തന്നെ വേണം, വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം. ഓരോ സ്റ്റേജസും അതെങ്ങനെ പോകുന്നു, അതിൻ്റെ സർക്യൂട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് കാണിക്കുക തന്നെ വേണം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.